ഞാനിനി അർജന്റീന കളി കാണില്ല. മെസ്സിയെ എനിക്ക് ഇഷ്ടമല്ല, മനുഷ്യത്വം ഇല്ലാത്ത മെസ്സി. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾക്കിടയിൽ വരുന്നൊരു സാധനമാണല്ലോ അർജന്റീന വോട്ടിംഗ് സംഭവം. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞാണ്. ഇതേ പറ്റിയിട്ട് പല പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒന്നാമത് നമുക്ക് ഈ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്ന പരിപാടിയിൽ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ രാജ്യം അസകലം നടക്കുന്ന പൊളിറ്റിക്സിനെ പറ്റിയിട്ട് നോക്കില്ല ധാരണയൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഫുട്ബോളുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തതുകൊണ്ടാണ്, മെസ്സിയുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്തായാലും ജസ്റ്റ് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് കൂടുതലും മെസ്സി ആരാധകരുണ്ട്, മെസ്സി ഹേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് വന്നിട്ട് ഇനി മെസ്സിയുമായിട്ടുള്ള ഇത് പോയി, അർജന്റീനയുടെ കളി കാണില്ല, വേൾഡ് കപ്പ് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഉള്ള കഴമ്പ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഇതൊക്കെ ഫുട്ബോളുമായിട്ടോ അല്ലെങ്കിൽ മെസ്സിയുമായിട്ടോ ഒക്കെ കൂട്ടിക്കൊഴിക്കേണ്ട കാര്യം എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ശരിയാണ്, അവിടെ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഒരുപാട് അരുതാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഭയങ്കര എന്താ, നമുക്ക് സിമ്പിളായിട്ട് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ സിമ്പിളായിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത പല കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളെ അല്ല. ഒക്കെ ശരിയാണ്, പക്ഷെ അത് നമ്മൾ ഇപ്പോൾ മെസ്സിയുമായിട്ടും അർജന്റീനയുടെ ഫുട്ബോൾ ടീമുമായിട്ടും ഒക്കെ അതിനെ ബ്ലെൻഡ് ചെയ്യുന്നതിന്റെ കേസാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ നരേന്ദ്രമോദി എടുക്കുന്ന എല്ലാ ഡിസിഷൻസും എല്ലാവർക്കും ശരിയൊന്നുമല്ല. പുള്ളി എടുക്കുന്ന പല ഡിസിഷൻസിനും ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ സ്പോർട്സുമായിട്ടോ ഒക്കെ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ കളി നമ്മൾ എന്നേ ബഹിഷ്കരിക്കേണ്ടതല്ലേ? എന്തൊക്കെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പ്ലേയേഴ്സ് ആവശ്യം, കേരളത്തിന്റെ കേസിൽ തന്നെ കേരളത്തിന്റെ പല കാര്യങ്ങളിലും ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ പല സമയത്തും പ്രതികരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടാണ്. നമുക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ആന മറ്റേ അമിട്ട് എന്തോ ഈ പന്നിപ്പടക്കം വെച്ച് പൊട്ടി മരിച്ച സമയത്ത് ഈ പറയുന്ന എത്രയോ ക്രിക്കറ്റ് പ്ലേയേഴ്സ് വന്നു, എത്രയോ ഫിലിം ആക്ടേഴ്സ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ വന്നിട്ട് കേരളത്തിനെതിരെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോ നമ്മളിപ്പോഴും അവിടെയൊക്കെ ഫാനല്ലേ? എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുള്ള കാര്യമായിരുന്നു, എന്തെങ്കിലും സത്യസന്ധമായ കാര്യമാണോ? ഒരു അബദ്ധം പറ്റിയതാണ്. പക്ഷെ നമ്മളെ പൊതുജനങ്ങൾക്കും മുന്നിൽ കേരളത്തിന്റെ ഒരു ഫേസ് ഇവരൊക്കെ കാണിച്ചത് ഏത് രീതിയിലായിരുന്നു നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളിപ്പോഴും അവരുടെയൊക്കെ ഫാൻസ് അല്ലേ, അവരുടെ കളി കാണുന്നില്ല. ഇപ്പൊ പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളെ ആ രീതിക്ക് തന്നെ വിടുക. നമ്മള് അത് പൊളിറ്റിക്സ് ആണ്. ഇപ്പം അർജന്റീനയുടെ പ്രസിഡന്റ് ആരാന്ന് എനിക്കറിയില്ല. ആ പുള്ളിക്കാരന്റെ തീരുമാനം അതാണെന്നുണ്ടെങ്കിൽ പുള്ളി അത് കാണിക്കട്ടെ. അത് ഇപ്പം മെസ്സിക്കോ അർജന്റീനയുടെ ടീമിനോ പോയിട്ട് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് അവിടെ കുറെ ഫാൻസ് ഉള്ള നിങ്ങൾ കാണിക്കുന്ന പോകരുത്, അതുകൊണ്ട് അത് പിൻവലിക്കണം? അവർക്ക് പ്രതികരിക്കാം സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളായിട്ടോ പ്രതികരിക്കാം എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് പല സ്ഥലങ്ങളും പോകുന്നത് പൊളിറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. പൊളിറ്റീഷ്യൻസ് ഇവിടെ തീരുമാനിക്കുന്നു പല കാര്യങ്ങളും, എന്ത് നടക്കണം, എവിടെ മുമ്പ് പൊട്ടണം, എവിടെ ആർക്ക് വെടി കൊള്ളണം എന്ന് വരെ പൊളിറ്റീഷ്യൻസ് ഇവിടെ തീരുമാനിക്കുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പിന്നെ അതിന്റെയൊക്കെ കൂടെ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഇപ്പൊ തന്നെ ക്രിക്കറ്റ് ഏഷ്യ കപ്പ് നടക്കുന്നു. അപ്പൊ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ, ഇതൊക്കെ വെറും ആസൂത്രണമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യം. എന്തൊക്കെ കോപ്രായത്തരങ്ങളാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. കൈ കൊടുക്കുന്നില്ല, പാകിസ്ഥാൻ അവന്മാരും വിഷയം ഫ്ലൈറ്റ് അടിച്ചിരുന്ന സാധനം എന്തൊക്കെയാടേ. ഇതൊക്കെ കൊണ്ടുവന്ന് ഈ സ്പോർട്സിൽ എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ സ്പോർട്സും പ്ലേയേഴ്സും ഇപ്പം കൈ കൊടുക്കാതെ പോരാനും മാത്രമുള്ള പ്രശ്നം എന്താണ്? അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ? ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു സംഭവം, അതിനേക്കാളും എത്ര എത്ര വലിയ വലിയ മനുഷ്യത്വപരമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നേക്കുന്നു. അപ്പോഴൊക്കെ ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ ടീമും തമ്മിൽ കളിച്ചിട്ടില്ലേ? ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ? കൈ കൊടുത്തിട്ടില്ലേ? സൗഹൃദപരമായിട്ടുള്ള എത്ര കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ. ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലും ആയാലും പാകിസ്ഥാനിലായാലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആളുകൾ ഒരുപാട് തെറ്റിദ്ധാരണകളും അവരുടെ ഉള്ളിലുള്ള മറ്റേ ഈ രാജ്യത്തോടുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് ഉണരുവാണ്. അത് ഭയങ്കര ഡേഞ്ചർ അല്ലേ? അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അത് നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യ പ്രൗഡായിട്ട് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഒരു പാകിസ്ഥാൻകാരൻ അവന്റെ രാജ്യം. അപ്പോ ശരിക്കും ഇതൊന്നും അത്ര നല്ല പരിപാടികളല്ല. പൊളിറ്റിക്കലി പോകേണ്ട കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ വിട്ടേക്ക്. അതിനകത്ത് സ്പോർട്സും കാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ചാൽ ഒരുപാട് ചെറിയ മക്കളൊക്കെ ഈ ചെറിയ പിള്ളേരൊക്കെ ഇതൊക്കെ കാണുന്നതല്ലേ, സ്പോർട്സ് കാണുന്നതാണ് അവര്. അവർക്ക് ശരിക്കും ഇതൊന്നും വേണ്ട രീതിക്ക് നമ്മൾ പറഞ്ഞു പോലും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ആകുന്ന സംഭവം എന്താണെന്ന് പോലും നമുക്കറിയില്ല. പാകിസ്ഥാനുമായിട്ട് കൈ കൊടുത്തില്ല, അവര് എന്താ കാര്യം, അതിന്റെ റീസൺ എന്താണെന്നൊക്കെ കൊച്ചുകുട്ടികൾ ചിന്തിക്കും. അവര് ചോദിച്ചാൽ ഇവിടെ എത്ര പേര് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടായിരിക്കും. അവർ വന്ന് നമ്മളെ വെടിവെച്ച് ഇവരൊക്കെ കൊന്നു, അതുകൊണ്ട് അവർ കൈ കൊടുത്തില്ല, നമ്മുടെ ശത്രു അവര് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആരുണ്ട് ഇവിടെ?
അപ്പൊ ഇതൊക്കെ വലിയ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. നമ്മൾ സ്പോർട്സിലേക്ക് നമ്മുടെ വൈരാഗ്യവും പൊളിറ്റിക്സ് ഒക്കെ കൊണ്ട് കുഴച്ചു കഴിഞ്ഞാൽ, സ്പോർട്സ് എന്ന് പറയുന്നത് കുട്ടികളെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതൊക്കെ ഭയങ്കര ആസൂത്രണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇത് ഈ പറയുന്ന സൂചിപ്പ് പറയാതെ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. കള്ളൻ ഇതൊക്കെ ആരൊക്കെയോ ചെയ്യിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. അപ്പം മെസ്സിയെ അങ്ങ് ഇസ്രായേലുകാരനാക്കുന്നു. എന്തുവാണ് ഇത്? എത്ര ഇത് ഫുട്ബോൾ തന്നെ ഇവരൊക്കെ കാണുന്നത്. മെസ്സിയൊക്കെ എന്താ അടിപൊളി വഞ്ചനാന്നറിയോ? ഇപ്പൊ ഈ പറയുന്ന ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ, പല പ്ലേയേഴ്സിന്റെ കേസ് എടുത്ത് നോക്കിയാൽ അവർക്ക് ഒരുപാട് പൈസയുണ്ട്, നല്ല കാശ് കിട്ടുന്നവരാണ്. അവരുടെ കയ്യിൽ പിടിപ്പത് പണമുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ ഒന്ന് ചെകഞ്ഞു നോക്കുക. ഇവരൊക്കെ എന്തോരം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എന്തോരം കുട്ടികൾക്ക് ഇവര് സാദിയോ മാനെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ നാട് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും, റൊണാൾഡോ ആണെങ്കിലും മെസ്സി ആണെങ്കിലും നെയ്മർ ആണെങ്കിലും ഒക്കെ നമുക്കറിയാവുന്ന എല്ലാ പ്ലേയേഴ്സും ഒരുപാട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ പറ്റിയിട്ട് വെറുതെ പൊളിറ്റീഷ്യൻസ് കാണിക്കുന്ന കാര്യം വെച്ചോണ്ട് വന്ന് വെറുതെ ഇല്ലായ്മ ചെയ്യല്ലേ. അയ്യേ, നാണക്കേടാണ്. ശരി, ഓക്കെ, താങ്ക് യു.